എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന അദ്വൈത ലഹരി എന്ന പഠന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അദ്വൈത ലഹരിയുടെ 52ാമത്തെ സെഷനാണ്. ആദ്യമായി ഗുരുസ്മരണയ്ക്കായി നമ്മുടെ പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണൻ സാറിനെ ഞാൻ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജയശങ്കര. ജയശങ്കര. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തോ പുനഃ പുനഃ. നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം ശുകം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമഥാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യപദാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തന്ത്രോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരും സന്തതമാനതോസ്മി. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. തസ്മൈ ശ്രീ ഗുരവേ നമഃ. വളരെ സന്തോഷം ഉണ്ണികൃഷ്ണൻ സാർ. ഇന്നത്തെ ക്ലാസ്സിലേക്കായി നമ്മുടെ ആരാധ്യനായ ബഹുമാനപ്പെട്ട ഡോക്ടർ പി വി വിശ്വനാഥ നമ്പൂതിരി സാറിനെ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തു. ജയശങ്കർ. തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ശാന്തി ശാന്തി ശാന്തി. സമാദരണീയരായ എല്ലാ പഠിതാക്കൾക്കും ഇന്ന് നമ്മൾ ഭഗവത്ഗീതയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്. ഒന്നാം യോഗം അർജുന വിഷാദ യോഗം കഴിഞ്ഞു. ഇനി 2ാമത്തെ അധ്യായത്തിലേക്ക് കിടക്കാണ്. 2ാം അധ്യായത്തിന്റെ പേര് സാഖ്യയോഗം എന്നാണ്. ഈ 18 അധ്യായങ്ങൾ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമായിട്ട് നമുക്കിതിനെ കണക്കാക്കാം. ഭഗവത്ഗീതയുടെ 18 അധ്യായങ്ങളുടെ ഒരു സമ്മറി ഇതിനകത്തുണ്ട്. 18 അധ്യായങ്ങൾ പറഞ്ഞ വിഷയങ്ങൾ കുറേശ്ശെ അവിടെയും പറഞ്ഞിട്ട് വാസ്തവത്തിൽ ഒരു പൂർവ്വ രംഗമാണ് ഗീതയുടെ. 1ാം അധ്യായം അർജുന വിഷാദയോഗം കൊണ്ട് ആരംഭിച്ചു. 2ൽ സാഖ്യയോഗത്തിൽ എന്താണ് ഗീതയുടെ വിഷയം മുഴുവൻ അതിൻ്റെ അകത്ത് നന്നായി പരാമർശിക്കുന്നു. അതുകൊണ്ട് ശരിക്കും സാഖ്യയോഗം പഠിച്ചാൽ പിന്നെ ഗീത മുഴുവൻ ഉൾക്കൊള്ളാൻ പറ്റും എന്നൊരു ചിന്തയുള്ളത് കൊണ്ടാണ് 2ാമതായിട്ട് സാഖ്യയോഗം. പിന്നെ ഈ സാഖ്യയോഗത്തെക്കുറിച്ച് ഒരു ആശങ്കയുണ്ട്. കപില മഹർഷിയുടെ സാഖ്യ ദർശനം എന്നൊരു ദർശനം നമുക്കുണ്ട്. നമ്മളെ പഠിച്ചാണ്. ഷഡ്ദർശനങ്ങളിലൊന്ന് കപിലന്റെ സാഖ്യ ദർശനമാണ്. ആ സാഖ്യ ദർശനമാണ് ഈ സാഖ്യയോഗം എന്ന് പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷെ അതല്ല, ഇത് രണ്ടും രണ്ട് തന്നെയാണ്. ഇവിടെ സാഖ്യം എന്ന വാക്കിനർത്ഥം സംഖ്യയിൽ നിന്നും ഉണ്ടായതാണ് സാഖ്യം. സംഖ്യ എന്ന് വെച്ചാൽ സമ്യക് ഖ്യായത എന്നാണ്, നല്ല പ്രശസ്തി ഉള്ളത്. സമ്യക് ഖ്യായതി, ഖ്യാതി എന്ന പ്രശസ്തി എന്നാണ്. നല്ല പ്രശസ്തി ഉള്ളത് ആണ് സാഖ്യം.
അതായത് ദർശനങ്ങളിൽ വെച്ച്, ചിന്തകളിൽ വെച്ച് ഏറ്റവും പ്രശസ്തി ആർജിച്ചത് വേദാന്ത ചിന്തയാണ്, അല്ലെങ്കിൽ പരമാത്മ ചിന്തയാണ്, ആത്മാവിനെ കുറിച്ചുള്ള ചിന്തയാണ്. അതുകൊണ്ട് സാഖ്യയോഗത്തിനർത്ഥം പരമാത്മാവിനെ കുറിച്ച് ചിന്തിക്കുന്ന യോഗം എന്നതിനെ അർത്ഥം. ആത്മബോധമാണ് ഇതേ വിഷയം തന്നെ. അതുകൊണ്ട് വാസ്തവത്തിൽ ഇവിടെ വരേണ്ടത് ആത്മയോഗം എന്നാണ്. പക്ഷെ അത് മാറ്റിയിട്ട് സംഖ്യം എന്ന് തന്നെ പേര് കൊടുത്തത് കവലന്റെ സംഖ്യവുമായുള്ള ബന്ധമുള്ളത് കൊണ്ടല്ല. അവിടെ സാഖ്യത്തിനെ എണ്ണുക എന്നുള്ള അർത്ഥത്തിൽ 24 തത്വങ്ങളെ കുറിച്ച് പറയാൻ പുറപ്പെടുകയാണ്. എണ്ണുക എന്നുള്ള അർത്ഥമല്ലാതെ നല്ല പ്രശസ്തിയുള്ള എന്നുള്ള അർത്ഥവും കൂടി ഇതിനുണ്ട്. അതുകൊണ്ടാണ് ഈ അധ്യായത്തിനെ പ്രകൃതി പുരുഷ സമ്പത്തൻ മാത്രമല്ല, അതിനെക്കുറിച്ചല്ല പറയുന്നത്, അദ്വൈത ചിന്താ പദ്ധതി നൽകുന്ന ആത്മവിദ്യയാണ് ഇതിലെ വിഷയം. ഭാരതീയ ദർശനങ്ങളിലും തത്വചിന്തകളിലും ഒക്കെ ഏറ്റവും പ്രഥമ സ്ഥാനം ഈ ബ്രഹ്മവിദ്യക്കാണ്, അല്ലെങ്കിൽ ആത്മവിദ്യക്കാണ്. ആ ആത്മവിദ്യയെക്കുറിച്ചാണ് ഇതിൽ പറയാൻ പോകുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇതിനെ സാഖ്യയോഗം എന്ന് പേരിടാൻ കാരണം. അർജുനന്റെ ദുഃഖചിന്തകൾക്ക് മറുപടിയായിട്ടാണ് ഈ യോഗം ആരംഭിക്കുന്നത്. ആദ്യത്തെ കുറെ ശ്ലോകത്തിൽ അർജുനന്റെ ദുഃഖ പരമ്പരകളുടെ ഒരു സമാധാനം അറിയിച്ചിട്ട് ഏതാണ്ട് 11ാമത്തെ ശ്ലോകം മുതലാണ് ഈ സാഖ്യയോഗത്തിലെ വിഷയം ആരംഭിക്കുന്നത്. അതിൽ ആദ്യത്തെ ശ്ലോകം രണ്ടിലെ ആദ്യത്തെ അല്ല, രണ്ടിലെ ഒരു 10 ശ്ലോകം കഴിഞ്ഞതിന് ശേഷം അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദംശ ഭാഷസേ ഗതാഫൂനഗതാഫൂംശ്ച അനുശോചന്തി പണ്ഡിതാഹം. അവിടെയാണ് ഗീതയുടെ തത്വോപദേശം ആരംഭിക്കുന്നത്. അശോച്യാൻ അന്വശോചസ്ത്വം. അശോച്യാൻ ശോചിക്കേണ്ടാത്തവർ, ശോചനം അർഹിക്കാത്ത അശോച്യൻ, അവരെ കുറിച്ചാണ് ത്വം അന്വശോച, നീ അനുശോചിക്കുന്നത്. ശോകം അർഹിക്കാത്തവരെ കുറിച്ചാണ് നീ അനുശോചിക്കുന്നത്. അശോച്യാൻ അന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ. നല്ല പ്രജ്ഞ ഉള്ളവനെ പോലെ സംഭാഷണം ചെയ്യുകയും ചെയ്യും. പ്രജ്ഞാവാദാൻ, പ്രജ്ഞയെക്കുറിച്ച് പറയുന്നവരെ പോലെ, ആത്മവിദ്യയായ ബുദ്ധിയോഗത്തെ കുറിച്ച് ഒരു പുതിയ എണ്ണം കണ്ടു. അതുകൊണ്ട് ഒരു വസ്തു കൂടെ പുത്തനായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഉള്ള വസ്തുവിനെ നമുക്ക് രൂപവിപരിണാമം ചെയ്യാനേ പറ്റുള്ളൂ. അതുകൊണ്ട് അർജുന, ഇവിടെ ആരും മരിക്കുന്നുമില്ല, ഇവിടെ ആരും ജനിക്കുന്നുമില്ല, ഈ ഉണ്ടായി മറയുന്നതൊക്കെ സ്വപ്നത്തിൽ കാണുന്ന ഒരു ഭ്രമം പോലെ മാത്രമാണ്. സ്വപ്നത്തിൽ എന്തൊക്കെ അനുഭവിക്കുന്നുണ്ട്, ഇതൊക്കെ സത്യമാണോ? ആണ്. സ്വപ്നം കാണുന്ന അത്രയും സമയം സത്യമാണ്. സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു പോയാൽ ഇതൊന്നും സത്യമല്ല. അതുകൊണ്ട് അർജുന, ഇവിടെ ആരും ജനിക്കുന്നുമില്ല, ആരും മരിക്കുന്നുമില്ല. അതൊക്കെ നമ്മുടെ ബാല്യം മാറി യൗവനം വരുന്ന പോലെ ഒരു അവസ്ഥാവിപരിണാമമാണ്. അതിൽ ദുഃഖിച്ചിട്ടെന്താ കാര്യം? അതുപോലാണ് മരണം ഒരു ചേഞ്ചാണ്. ദുഃഖിച്ചിട്ട് കാര്യമില്ലല്ലോ. അശോച്യാൻ അന്വശോചസ്തു. ഇങ്ങനെയല്ലേ നീ ദുഃഖിക്കുന്നത്? പ്രജ്ഞാവാദന്മാരെ പോലെ പറയുകയും ചെയ്യും. അതുകൊണ്ട് അർജുന, യാഥാർത്ഥ്യം ശരിക്ക് തിരിച്ചറിയണം. ഈ മഞ്ഞുകാലം വരുന്നു, വേനൽക്കാലം വരുന്നു, വർഷകാലം വരുന്നു. ഇത് മൂന്നും നമ്മൾ മാറി മാറി അനുഭവിക്കുന്നതാണ്. ഇത് മൂന്നും പലർക്കും ദുഃഖം ഉണ്ടാക്കും. മഞ്ഞുകാലം എനിക്ക് ദുഃഖമാണ്,
അതുകൊണ്ട് ഈ അടുത്ത വർഷം മഞ്ഞുകാലം വേണ്ട എന്ന് നോക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. വേനൽക്കാലം എനിക്ക് സഹിക്കാൻ മേല, ഇനി മുതൽ വേനൽക്കാലം വേണ്ട എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. മാത്ര സ്പരിശാസ്തു കൗന്ദേയ ശീത ഉഷ്ണ സുഖ ദുഃഖദാ ആഗമാപായിനോ അനിത്യാഹ. ഇതൊക്കെ ആഗമാപായികളാണ്, വന്നും പോയിരിക്കുന്നത്, അനിത്യവുമാണ്. താൻ തിദിക്ഷു ഭരത. അർജുന അത് സഹിക്കുവോ? അല്ലാണ്ട് എന്താ വഴി? അങ്ങനെയല്ലേ ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. മഞ്ഞുകാലവും വേനൽക്കാലവും വർഷകാലവും എല്ലാ വർഷവും വരില്ലേ? കഴിഞ്ഞ വർഷം വന്നു, ഈ വർഷം ഉണ്ട്, അടുത്ത വർഷവും വരും. അതിന് ഒരിക്കലും ആർക്കും മോചനം കിട്ടില്ല. അത് ആർക്കെങ്കിലും ദുഃഖമാണെങ്കിൽ നിത്യ ദുഃഖമാണ്. അതെന്ത് ചെയ്യണം? അത് അനുഭവിക്കുക, സഹിക്കുക, അല്ലാണ്ടൊരു വഴിയില്ല. അതിനെ അതിജീവിക്കാനുള്ള വഴികൾ കണ്ടെത്തുക. ചൂടുകാലത്ത് തണുപ്പുള്ളത് ഉണ്ടാക്കുക, തണുത്ത മുറിയിൽ കിടക്കുക, തണുത്ത വെള്ളം കുടിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്ത് ചൂടിനെ രക്ഷപ്പെടാന്നു. തണുപ്പ് കാലം വരുമ്പോൾ കമ്പിളി ഉപയോഗിക്കുക, ചൂടുവെള്ളം കുടിക്കുക, ചൂടുവെള്ളത്തിൽ കുടിക്കുക, ചൂടാവാതെ. ഇതൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? അതിനെക്കുറിച്ച് ദുഃഖിച്ചിട്ടുണ്ട കാര്യം? അശോച്യാൻ അന്വശോചത്വം. ഇതിനെക്കുറിച്ചും ദുഃഖിച്ചിട്ട് കാര്യമില്ല. കാരണം ഇത് എല്ലാ വർഷവും വന്നു പോകും. അതുപോലല്ലേ മരണം, നിത്യ ദുഃഖമല്ലേ അത്. ദുഃഖമാണെങ്കിൽ അത് ആർക്കാ വരാത്തത്? വേനൽക്കാലം പോലെ മഞ്ഞുകാലം പോലെ ഇങ്ങനെ എല്ലാ വർഷവും മാറി മാറി വന്നുകൊണ്ടേയിരിക്കില്ലേ? എത്ര പേരാ ഒരു ദിവസവും മരിക്കുന്നത്? അപ്പൊ വാസ്തവത്തിൽ അർജുന, ഇതൊക്കെ നിത്യ ദുഃഖങ്ങളാണ്. താൻ തിദിക്ഷസ്വ, അത് സഹിക്കൂ അർജുന, അല്ലാണ്ടതാ വഴി? ഞാൻ എന്നുള്ള വ്യവഹാരത്തിന് ഒരു കാലത്ത് മാറ്റം വരില്ല. ബാല്യത്തിലെ ഞാൻ, യൗവനത്തിലെ ഞാൻ, വാർദ്ധക്യത്തിലെ ഞാൻ, ഇതെല്ലാം ഒരു ഞാൻ തന്നെയാണ്. പക്ഷെ എനിക്ക് മാറ്റം ഉണ്ടാവില്ലേ? ബാല്യത്തിലെ ഞാനല്ല കൗമാരത്തിലെ ഞാൻ, കൗമാരത്തിലെ ഞാനല്ല യൗവനത്തിലെ ഞാൻ, ആ യൗവനത്തിലെ ഞാനല്ല വാർദ്ധക്യത്തിലെ ഞാൻ. ഞാൻ എന്താ ഈ പാട് മാറിപ്പോയില്ലേ? ഈ മാറ്റം എനിക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നതല്ലേ? ഇതിൽ ഞാൻ ദുഃഖിച്ചിട്ട് കാര്യമില്ല. പക്ഷെ ഈ നാലവസ്ഥയിലും ആരുണ്ട്? ഞാനുണ്ടല്ലോ. അതോ യൗവനത്തിലെ ഞാൻ മരിച്ചിട്ട് വാർദ്ധക്യത്തിൽ വേറെ ഞാൻ വരികയാണോ? അല്ല, രൂപമാറ്റം ഉണ്ടാകുന്നുള്ളൂ. അപ്പൊ ഇവിടെ വാസ്തുവിന്റെ പുതിയ വസ്തു ഉണ്ടോ? ഇല്ലല്ലോ. ഉള്ള വസ്തുവിന് രൂപാന്തരം ഉണ്ടാവില്ലേ ചെയ്യുള്ളൂ. പക്ഷെ ഈ എല്ലാത്തിനും ആരുണ്ട്? ഞാൻ എന്നൊരു സത്ത ഉണ്ടല്ലോ. അത് ഒരിക്കലും എന്ത് ചെയ്യില്ല, നശിക്കില്ല. നശിക്കുന്നത് രൂപഭേദങ്ങളായ ശരീരങ്ങൾ, മനസ്സുകൾ, ചിന്തകൾ, ബുദ്ധികൾ, അതൊക്കെ ഉണ്ട്. അതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ആത്മസത്തയായ ഞാനുണ്ട്. അതിന് മരണമില്ല. എന്റെ കണ്ണും കൈയും കാലും മൂക്കും ഒക്കെ എന്റെ അവയവങ്ങളാണ്, ഞാനല്ല. എന്റെ കണ്ണാണ് എന്റെ മുഖം. അതേപോലെ ഈ കണ്ണും മൂക്കും കൈയും കാലും എന്ന രണ്ട് വിധമുള്ള ഇന്ദ്രിയ ഭാഗങ്ങളെ നിയന്ത്രിക്കുന്ന മനസ്സാണ്. മനസ്സും ഞാനല്ല. എന്റെ മനസ്സിന് ബലമില്ല, എന്റെ മനസ്സിന് കട്ടിയില്ല എന്ന് പലപ്പോഴും പറയാറുണ്ട്. ഞാൻ മനസ്സല്ല, എന്റേതാണ് മനസ്സ്. മനസ്സിനെ കൂടെ നിയന്ത്രിക്കുന്ന ബുദ്ധിയാണ്. ബുദ്ധിയും ഞാനല്ല, എന്റെ ബുദ്ധിയൊന്നും അവിടെ പറ്റിയില്ല എന്ന് പറയും. ഇത് മൂന്നും നിലനിൽക്കുന്ന എന്റെ ജീവനിലാണ്. അപ്പൊ ജീവൻ ഞാനാണോ? അല്ല. എന്റെ ജീവൻ പോയാലും ഞാൻ തരില്ല. എന്റേതാണ് ജീവൻ, ഞാനല്ല. അപ്പൊ ശരീരം ഞാനല്ല, ഇന്ദ്രിയങ്ങൾ ഞാനല്ല, മനസ്സ് ഞാനല്ല, ബുദ്ധി ഞാനല്ല, ജീവന് ഞാനല്ല. പിന്നെ ആരാണ് ഞാൻ? എഴുന്നേൽക്കുമ്പോൾ ഉറങ്ങുന്നിടം വരെ എത്ര പ്രാവശ്യം ഞാനെന്ന് പറയും? ഞാൻ എഴുന്നേറ്റു, ഞാൻ പല്ല് തേച്ചു, ഞാൻ മുഖം കഴുകി, ഞാൻ കാപ്പ് കുടിച്ചു, ഞാൻ കുളിച്ചു, ഞാൻ ജോലിക്ക് പോയി, എന്തിനെ ഉറങ്ങുന്നിടം വരെ ഞാനുണ്ട്. ഈ ഞാനില്ലാതെ ഇതൊക്കെ പറഞ്ഞാലോ ഒരു കുഴപ്പമില്ലല്ലോ. എഴുന്നേറ്റു, കുളിച്ചു, കാപ്പി കഴിച്ചു, ജോലിക്ക് പോയി, ഓഫീസിൽ പോയി, ഇതെല്ലാം പറയാമല്ലോ, ഒരു കുഴപ്പമില്ല. പക്ഷെ നമുക്ക് എല്ലാത്തിനും കൂടെ ഞാൻ വേണം. അപ്പൊ ഈ ഞാൻ എന്നുള്ളത് ഒരിക്കലും നശിക്കാത്തൊരു വസ്തുവാണ്. ഇന്ദ്രിയങ്ങളും മനസ്സും ശരീരവും ബുദ്ധിയും ജീവനും പോയേക്കാം. അതിന്റെ അപ്പുറത്തൊരു ഞാനുണ്ട്. അതാണ് ആത്മസത്ത. അത് അനശ്വരമാണ്, നശിക്കില്ല. അതെല്ലാവരിലും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ഇവരൊക്കെ മരിക്കും എന്ന് വിചാരിക്കാൻ പറ്റുന്നത് അവർക്കൊക്കെ രൂപാന്തരം പറ്റി മാറുകയോ പറ്റി മാറിപ്പോവുകയുള്ളൂ.
എനിക്ക് മരണമില്ല, ഞാൻ നിത്യനാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെക്കുറിച്ച് അനുശോചിച്ചിട്ടുള്ള കാര്യം, ദുഃഖിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഇതാണ് ആത്മാവിന്റെ സത്യം. ഇതാണ് ഇതിന് സാഖ്യയോഗം എന്ന് പേര് വന്നത്. എന്താണ് ആത്മാവെന്ന് ശരിക്കും വരച്ചു കാണിക്കുന്ന ഗീത ഇവിടെയാണ്. അതുകൊണ്ട് സാഖ്യയോഗം എന്ന പേര് അതിന് വന്നതാണ്. അപ്പോൾ ഈ ഇല്ലാതാകുന്നതിനെ കുറിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമില്ല, നിലനിൽക്കുന്നതിനെ കുറിച്ച് ദുഃഖിച്ചിട്ട് കാര്യവുമില്ല. അത് ആത്മാവാണ്, നിത്യമാണ്, ശാന്തനാണ്, നശിക്കില്ല. അതിനെക്കുറിച്ച് ദുഃഖിച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ട് ഈ സത്യമായ ആത്മസ്വരൂപത്തെ പ്രാപിക്കാൻ വേണ്ടി ഞാൻ എന്ന് ഈ ആത്മസത്ത എന്റെ ശരീരമാകുന്ന രഥത്തിൽ കയറിയിരിക്കുകയാണ്. ഈ രഥം മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളുണ്ട്. ആ കുതിരകൾ ശരീരം വലിച്ചു മുമ്പോട്ട് കൊണ്ടുപോകും. ആ കുതിരകളെ നിയന്ത്രിക്കാൻ ഒരു സാരഥിയുണ്ട്, അതാണ് മനസ്സ്. കടിഞ്ഞാണാണ് മനസ്സ്. കടിഞ്ഞാൻ ഫ്ലെക്സിബിളാണ്. മനസ്സ് സങ്കല്പ വികല്പാത്മകമാണ്, ചഞ്ചലമാണ്. ആ മനസ്സിനെ ഉറപ്പിക്കാൻ ബുദ്ധി എന്നൊരു സാരഥിയുണ്ട്. ഇങ്ങനെയാണല്ലോ രഥം മുമ്പോട്ട് പോകുന്നത്. രഥത്തിന് ചക്രങ്ങൾ എല്ലാം ചേർത്ത് വെച്ച ഒരു ശരീരം. ആ രഥം നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ കുതിരകളുണ്ട്. കുതിരയെ അടക്കി നിർത്താൻ കടിഞ്ഞാണുണ്ട്. കടിഞ്ഞാൺ ബുദ്ധിയാകുന്ന സാരഥിയുടെ കയ്യിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. സാരഥി ബുദ്ധി കൊണ്ട് നിയന്ത്രിച്ചാൽ മനസ്സ് നിൽക്കും, കടിഞ്ഞാൻ നിൽക്കും, ഇന്ദ്രിയങ്ങൾ നിൽക്കും, ശരീരത്തിൽ. ഇവരെ എല്ലാം നിയന്ത്രിച്ചു നിർത്താൻ ആർക്കഴിയും ബുദ്ധിക്ക്. അങ്ങനെ പോകുന്ന ഒരു രഥമാണ് ഈ ശരീരം. ഈ രഥത്തിനകത്തെ യാത്രക്കാരനാണ് ഞാൻ. ഈ ശരീരമാകുന്ന രഥത്തിന്റെ യാത്രക്കാരനാണ് ഞാൻ. ഇങ്ങനെ സഞ്ചരിച്ചു പോകുമ്പോൾ ഇടയ്ക്ക് വെച്ച് ഡ്രൈവർ പറയും, വണ്ടി കേടാണ്, ഇനി പോകാൻ പറ്റില്ല. യാത്രക്കാരൊക്കെ ഇവിടെ ഇറങ്ങി നിൽക്കും, അടുത്ത വണ്ടിയിലും കയറി പോകാം. ആരാ യാത്രക്കാരൻ? ഞാൻ ശരീരത്തിന് ഇറങ്ങി പുറത്തിറങ്ങി. അടുത്ത വണ്ടി വരുമ്പോ അതിൽ കൈ കാണിച്ച് കയറും, പിന്നെയും യാത്രക്കാരൻ. ഈ ഞാൻ മരിക്കുന്നുണ്ടോ? ഈ ഞാൻ പ്രപഞ്ചത്തിൽ എല്ലാവരും പറയുന്നത് ഞാനെന്നല്ലേ? ഞാനും നിങ്ങളും എല്ലാവരും ജീവനുള്ള സകലമാന ആൾക്കാരും വ്യവഹരിക്കുന്ന ഞാൻ 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 ഒറ്റ വാക്കാണ്. അത് അനശ്വരമാണ്, നശിക്കില്ല. അത് എല്ലാറ്റിലും ഒരുപോലെയുണ്ട്. അതുകൊണ്ട് ഈ ഞാൻ എന്ന ആത്മസത്ത അനശ്വരമാണെന്ന് മനസ്സിലാക്കണം. നശിച്ചു പോകുന്നത് ശരീരങ്ങളും ഇന്ദ്രിയങ്ങളും ബുദ്ധിയും മനസ്സുമൊക്കെയാണ്. ഇത് മനസ്സിലാക്കിയാൽ ആരാരെ കൊല്ലും? ആർക്കും ആരെയും കൊല്ലാൻ പറ്റില്ല. ആരും ഹന്തവ്യരല്ല. ആരാലും ആരും കൊല്ലപ്പെടുകയില്ല. രൂപമാറ്റം സംഭവിച്ചു പോകുന്നത് മാത്രമേ ഉള്ളൂ. വാസാംശ ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി. കീറിയ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് പുതുവസ്ത്രങ്ങൾ ഉടുക്കുന്നത് പോലെയുള്ളൂ. ഞാനാണ് ഈ കീറിയ വസ്ത്രം ഇതുവരെ ധരിച്ചത്. ആ വസ്ത്രം എന്ന ശരീരം ജീർണമായപ്പോൾ ഞാൻ അത് ഉപേക്ഷിച്ചു. ആ വസ്ത്രം എന്ന ശരീരം ഉപേക്ഷിച്ചു, വേറെ ശരീരം സ്വീകരിച്ചു. ഇത് സ്വാഭാവികമായിട്ട് നടക്കുന്നതല്ലേ? ഇത് ആർക്കില്ലാതാക്കാൻ പറ്റും? ആരും ഉടുപ്പ് കയറി കഴിഞ്ഞാൽ അത് ഇട്ടുകൊണ്ട് നടക്കില്ല. ഒന്നിൽ തയ്ക്കും, അല്ലെ വേറെ ഉടുപ്പാണ്. ഇതുപോലെയാണ് ഞാനെന്ന ആത്മസ്വരൂപത്തിന്റെ ഒരു ഉടുപ്പാണ് ശരീരം. അത് നഷ്ടപ്പെട്ടു പോകും, വീണ്ടും വേറൊന്നിലാവും, അത് നഷ്ടപ്പെട്ടു പോകാം. അതുപോലെയാണ് വാസാംശി ജീർണിച്ച വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചിട്ട് നരഹ മനുഷ്യൻ അപരാണി നവാനി ഗൃഹാതി പുതിയവരെ വസ്ത്രം സ്വീകരിക്കും. അതുപോലെയാണ് ശരീരങ്ങൾ ഉപേക്ഷിച്ചിട്ട് വേറെ ശരീരങ്ങൾ ആത്മസ്വരൂപം സ്വീകരിക്കാൻ കാരണം. ശരീരം എന്ന് കഴിഞ്ഞാൽ തന്നെ ക്ഷയിച്ചു പോകുന്നതാണ്. ശീര്യതേതി ശരീരം, ജീർണിച്ചു പോകുന്നതാണ് ശരീരം. അതുകൊണ്ട് ഈ ജന്മമരണങ്ങൾ നിത്യമാണെന്ന് കരുതി ദുഃഖിച്ചിട്ട് കാര്യമില്ല. അത് നിത്യമല്ല. ശീതോഷ്ണങ്ങൾ പോലെ വന്നുപോയിക്കൊണ്ടേ.
ആരും ആരെയും കൊല്ലുന്നില്ലെങ്കിലും എല്ലാവരും മരിക്കും. യുദ്ധത്തിൽ ഞാൻ ആരെയും കൊല്ലാതിരുന്ന ആരും മരിക്കില്ലെന്നുണ്ടോ? ഇവരൊക്കെ മരിക്കും. ആർക്കും തടുക്കാനാവാത്ത ഒരു ദുഃഖമാണ് മരണം. എങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് എന്തിനു വ്യസനിക്കുന്നു? നീർക്കുമുള പോലെ ക്ഷണനശ്വരമാണ് ഈ ശരീരം. അതിനെക്കുറിച്ച് ദുഃഖിച്ചിട്ട് കാര്യമില്ലല്ലോ. ഈ ജഗത്ത് മുഴുവനും ഇങ്ങനെയുള്ള അഫത്താണ്. ഇല്ലാത്താണെങ്കിൽ ഈ യുദ്ധവും അഫത്താണ്. എങ്കിൽ പിന്നെ യുദ്ധം ചെയ്യേണ്ടതില്ലല്ലോ. അതുകൊണ്ട് ആർക്കും ഒരു നേട്ടവും ഇല്ല എന്നാണ് അർജുനന്റെ വിചാരമെങ്കിൽ, അർജുന, ഈ അസത്തായ ജഗത്തിലിരിക്കുന്ന എല്ലാവരും സുഖമാണ് ആഗ്രഹിക്കുന്നത്. ആ സുഖം തന്നെയാണ് ധർമ്മം. അങ്ങനെ സുഖിക്കാനായി എല്ലാവരും ശ്രമിക്കുമ്പോൾ ഇവിടെ ദുഃഖം ഉണ്ടാകുന്നു എന്നത് വാസ്തവമാണ്. പ്രാപഞ്ചികമായ എല്ലാ വസ്തുക്കളും അനുഭവിച്ച ശേഷം അവയെ ഉപേക്ഷിച്ചിട്ട് വേണം പോകാൻ. കൊണ്ട് എല്ലാവരും സുഖം ആഗ്രഹിക്കും. വന്നു ചേരുന്ന പലപ്പോഴും ദുഃഖമാണ്. ആ സുഖമാണ്, ആ ആനന്ദമാണ് ധർമ്മം. ആ ധർമ്മം ക്ഷയിക്കൽ അധർമ്മത്തിന് അഭിവൃദ്ധി ഉണ്ടാകുന്നു. ദുഃഖത്തിന്റെ കാരണം ഇതൊക്കെ. ധർമ്മം ക്ഷയിക്കുന്നു, അധർമ്മത്തിന് അഭിവൃദ്ധി ഉണ്ടാകും. ഇതാണ് ദുഃഖകാലം. ജീവിതകാലം മുഴുവനും അവരവരുടെ സ്വധർമ്മം അനുഷ്ഠിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ അതാണ് പക്ഷിമൃഗാദികൾ മുതൽ സസ്യലതാദികൾ വരെ സ്വധർമ്മം തിരിച്ചറിഞ്ഞ് ഇവിടെ ജീവിക്കുന്നവരാണ്. ഒരു വൃക്ഷത്തിന്റെ സ്വധർമ്മം അത് വളർന്നു വലുതായി താൻ ചൂടേറ്റുകൊണ്ട് തന്റെ കീഴിൽ നിൽക്കുന്നവർക്ക് തണലോട്. അത് വൃക്ഷത്തിന്റെ സ്വധർമ്മമാണ്. ഇന്നത്തെ പോലെ ഞാൻ കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് സൂഹിക്കാമെന്നാണ് വിചാരം. അത് ഞാൻ പറ്റില്ല എന്ന് ഒരു മരവും പറയില്ല. മരം വെയിലുകൊണ്ട് പകലും മുഴുവൻ കഷ്ടപ്പെടും, പക്ഷെ തന്റെ കീഴിൽ വരുന്നവർക്ക് തണലോട്. ഇത് ശരിയാണോ? അപ്പൊ ഇതുപോലെയാണ് ഈ ആത്മസത്തയും അങ്ങനെ തന്നെയാണ്. ഇത് സുഖമാഗ്രഹിക്കുന്നു, വന്നു ചേരുന്നത് ദുഃഖമാണ്. അപ്പം അവരവരുടെ സ്വധർമ്മം അനുഷ്ഠിച്ച് ജീവിക്കാൻ കഴിയും. വൃക്ഷത്തിന്റെ സ്വധർമ്മം ഇതാണ്. വൃക്ഷം അങ്ങനെ ജീവിക്കുള്ളൂ. എന്നെ കീഴി വരുന്നവർക്ക് ഞാൻ ഇന്നലെ തണൽ കൊടുക്കില്ല എന്ന് പറയില്ല. എന്റെ പഴവും എന്റെ പൂവും ഒക്കെ എന്നെ ആശ്രയിച്ച് താഴെ നോക്കി ഞാൻ കൊടുക്കും. മാമ്പഴം പൊഴിഞ്ഞ് താഴെ വീഴുമ്പോൾ നിങ്ങൾക്ക് തരില്ല എന്നൊരു മാവും പറയില്ല. ആർക്കും പറയും. ചെടികളിൽ പൂവുണ്ടായാൽ അത് ആർക്കും പറിച്ചുകൊണ്ടുപോകാം. ഈ ചെടിയുടെ പരാതിയും പറയില്ല. അത് ചെടിയുടെ സ്വധർമ്മമാണ്. ഇങ്ങനെ ഈ ലോകത്ത് നമ്മുടെ ചുറ്റും അവരുടെ സ്വധർമ്മം അനുഷ്ഠിക്കേണ്ടതാണെന്ന് ബോധ്യപ്പെടുത്തുന്ന സസ്യജാലങ്ങൾ, വൃക്ഷങ്ങൾ, പക്ഷിമൃഗാദികൾ ഇവരൊക്കെ. പക്ഷികൾ അവരുടെ സ്വധർമ്മം അനുഷ്ഠിച്ചാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആരും അവരെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ ധർമ്മം അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് നീ ഈ നിന്റെ സ്വധർമ്മമായ യുദ്ധം എന്നുള്ള ഒരു പ്രക്രിയ ചെയ്തില്ലേ മതിയാവും. സ്വധർമ്മം അഭിചാപേക്ഷ വികമ്പിതും അർഹതി ധർമ്മ്യാദ്ധിയുദ്ധാശ്രേയോ അന്യത് ക്ഷത്രിയ നവിദ്യ. ക്ഷത്രിയന് ഇതിനേക്കാൾ ഒരു ധർമ്മം ലോകത്ത് വേറെ അനുഷ്ഠിക്കാനേ ഇല്ല. ക്ഷത്രിയന്റെ സ്വധർമ്മം യുദ്ധം ചെയ്യലാണ്. അത് ഈ ലോകത്ത് അനിവാര്യമാണ്. യുദ്ധം ചെയ്യുമ്പോൾ പലരും മരിച്ചേക്കാം, ചിലർ ജീവിച്ചേക്കാം. ആര് മരിക്കും ജീവിക്കും യുദ്ധം കഴിഞ്ഞ് അറിയാൻ പറ്റൂ. ഞാൻ ഇന്നലെ കൊല്ലും എന്നൊക്കെ പ്രതിജ്ഞ എടുക്കാം, പക്ഷെ നടക്കണമെന്നില്ല. അതുകൊണ്ട് സ്വധർമ്മം അഭിചാപേക്ഷ, നിന്റെ സ്വധർമ്മം നോക്കിയിട്ടാണെങ്കിൽ പോലും വികമ്പിതും അർഹസി, ആ ചലിക്കാൻ നിനക്ക് അർഹതയില്ല. നിന്റെ ധർമ്മ്യമായ യുദ്ധത്തിൽ നിന്നും മറ്റൊന്നും ഒരു ക്ഷത്രിയന് ശ്രേഷ്ഠമില്ല. കുട്ടികളുടെ ജോലി പഠിക്കലാണ്. മാതാപിതാക്കളുടെ ജോലി കുട്ടികളെ സംരക്ഷിക്കലാണ്. ഇതെല്ലാം അവരവരുടെ സ്വധർമ്മങ്ങളാണ്. അത് അനുഷ്ഠിച്ച് തന്നെ വേണം ജീവിക്കാൻ. ഇതെല്ലാവരും അങ്ങനെയാണ് ജീവിക്കുന്നത്. അതാണ് ധർമ്മം. ആ ധർമ്മത്തിന് ക്ഷയമുണ്ടാകുമ്പോൾ ദുഃഖമുണ്ടാകും.
അധർമ്മം വർദ്ധിക്കും, ദുഃഖത്തിന് കാരണമാണ്. അതുകൊണ്ട് ജയിച്ചാലും പരാജയപ്പെട്ടാലും നീ നിന്റെ സ്വധർമ്മമാണ് ചെയ്തത്. അത് സന്തോഷവുമില്ല, ദുഃഖവുമില്ല. നിന്റെ സ്വധർമ്മമാണ് നീ ചെയ്തത്. നിന്റെ ആത്മാവിനെ മറയ്ക്കാതെ നിന്റെ ബുദ്ധി ഉപയോഗിച്ച് നിന്റെ സ്വധർമ്മം ചെയ്താൽ നിനക്ക് ലോകത്തെപ്പോഴും ജയിക്കാനാവും. ഈ ലോകത്തുള്ള എല്ലാ പ്രവൃത്തികളും അവരവരുടെ സ്വധർമ്മത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ അവരവർക്ക് കഴിയണം. ഇതറിഞ്ഞാൽ അവനാണ് പണ്ഡിതൻ. മറിച്ച് ആചരണങ്ങൾ ഭൗതിക ലാഭങ്ങൾക്ക് വേണ്ടിയാകുമ്പോൾ അത് അധർമാകും. അപ്പോൾ നീ അജ്ഞാനിയാണ്. ഇങ്ങനെ ഭഗവാൻ കൃഷ്ണൻ അർജുനന് ആത്മജ്ഞാനമായ സാഖ്യയോഗം ഉപദേശിച്ചു കൊടുക്കുക. സാഖ്യയോഗത്തിന് പൊരുൾ ഇത്രമാത്രമാണ്. ഇനി ഇത് ആത്മതത്വത്തെക്കുറിച്ച് പറഞ്ഞാണ്. ആത്മാവിനെ ആർക്കും കൊല്ലാൻ പറ്റില്ല, അമ്പെയ്ത് വീഴ്ത്താൻ പറ്റില്ല, ആർക്കും അതിനെ ഹനിക്കാൻ പറ്റില്ല. ശരീരത്തെയൊക്കെ ഇത് ചെയ്യാൻ പറ്റും. ക്ഷത്രിയനെ സംബന്ധിച്ച് യുദ്ധമാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠം. അതിന് പിന്തിരിച്ചു പോകുന്ന അധർമ്മമാണോ? പഠിക്കേണ്ട കാലത്ത് കുട്ടികൾ പഠിക്കാതിരിക്കുന്ന അധർമ്മമാണ്. കുട്ടികളുടെ സ്വധർമ്മമാണത്. അത് ചെയ്തില്ലെങ്കിൽ അധർമ്മമാണ്. അതുപോലെ ഈ ഉപദേശിച്ച ഈ സാഖ്യയോഗം എന്ന ആത്മതത്വം ഞാൻ നിനക്ക് വിസ്തരിച്ച് പറഞ്ഞു തന്നു ഉദാഹരണങ്ങളിലൂടെ. ഇത് ജ്ഞാനമാർഗമാണ്, ആത്മജ്ഞാനമാണ്, ആത്മബോധമാണ്, ബ്രഹ്മജ്ഞാനമാണ്. അത് നേടി അതുകൊണ്ട് മാത്രം ജീവിതം പൂർണ്ണമാവില്ല. ആ നേടിയ ബ്രഹ്മജ്ഞാനത്തെ ഒരു പ്രാക്ടിക്കലായിട്ട് ജീവിതത്തിൽ പ്രയോഗിക്കാൻ പറ്റും. അതിനെന്ത് ചെയ്യണം? കർമ്മം ചെയ്യും. കർമ്മം ചെയ്തെങ്കിൽ മാത്രമേ ഇതിന്റെ പ്രാവർത്തിക ഫലം അനുഭവിക്കാൻ പറ്റൂ. തിയറി മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, പ്രാക്ടിക്കൽ വേണം, നിർബന്ധമാണ്. കാരണം ഈ തിയറി എവിടെ പ്രാക്ടിക്കൽ ആക്കണം എന്ന് അറിയണമെങ്കിൽ ഒരു ഉദാഹരണത്തെ കൂടി പഠിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതിനെ ഒന്ന് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ എന്താണ് വേണ്ടത്? ഒരുപക്ഷെ അർജുനനോട് ഇതുവരെ അർജുനൻ ചോദിച്ചു കാണും, ഇതൊരു മൈതാന പ്രസംഗമല്ലേ, ആർക്കും ഇങ്ങനെ പ്രസംഗിക്കാൻ ഞാൻ മരിക്കില്ല, നീ മരിക്കില്ല എന്നൊക്കെ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത് ചുമ്മാ പറഞ്ഞിട്ട് അത്രേ ഉള്ളൂ, ഇതിലൊന്നും ഒരു കഴമ്പുമില്ല എന്നൊക്കെ ആയിരിക്കും അർജുന നീ ഇപ്പൊ വിചാരിക്കുന്നത്. ആയിക്കോട്ടെ, അങ്ങനെ ആണെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്നത് കർമ്മത്തെക്കുറിച്ചാണ്. ഇതുവരെ പറഞ്ഞത് ജ്ഞാനത്തെക്കുറിച്ചാണ്. ഏഷാതേ ബുദ്ധിർ, ഇതുവരെ ഞാൻ നിനക്ക് ഉപദേശിച്ചത് ജ്ഞാനയോഗത്തെക്കുറിച്ചാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കർമ്മയോഗത്തെക്കുറിച്ച്. ജ്ഞാനം കർമ്മമായി മാറണം. അറിവ് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരണം. അറിഞ്ഞിരുന്നിട്ട് കാര്യമില്ല. എനിക്ക് വിമാനം ഉണ്ടാക്കാൻ അറിയാം, ഞാനൊരു വിമാനം ഉണ്ടാക്കുന്നില്ലെങ്കിലോ ഒരു കാര്യമില്ലല്ലോ. ഈ അറിവുകൊണ്ട് എന്താ കഥ? ഇതുപോലെ ഏത് അറിവിനെയും പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്ന് പൂർണ്ണമാക്കണം. അപ്പോൾ മാത്രമേ അറിഞ്ഞു എന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു ആത്മജ്ഞാനം, അറിവ് എന്നൊരു പൂർണ്ണമാകണമെങ്കിൽ അത് കർമ്മതലത്തിൽ വരണം. അതിനെന്ത് ചെയ്യണം? അതിന് കർമ്മം ചെയ്യണം. പക്ഷേ ഈ കർമ്മത്തെ കർമ്മയോഗമായി അനുഷ്ഠിക്കാൻ പറ്റണം. എങ്ങനെ കർമ്മത്തെ കർമ്മയോഗമാക്കി മാറ്റും? കർമ്മത്തിന്റെ ഫലത്തെ ഉപേക്ഷിച്ചാൽ അത് കർമ്മയോഗമാകും. കർമ്മം ചെയ്യുമ്പോൾ കർമ്മത്തിന്റെ ഫലം ഉപേക്ഷിക്കുക എന്ന് വെച്ചാൽ വേണ്ടെന്ന് വെക്കുകയല്ല, അത് ഞാൻ അനുഭവിക്കുന്ന അഭിമാനം ഉണ്ടാവരുത്, അതിനാണ് ഉപേക്ഷിക്കുക. ഏത് കർമ്മത്തിനും ഫലം ഉണ്ടാവും, ഫലമില്ലാത്ത കർമ്മമില്ല. ഫലമില്ലാത്ത കർമ്മം ആരും ഒട്ട് ചെയ്യത്തുമില്ല. അങ്ങനെയാണെങ്കിൽ ആ ധർമ്മ്യമായ യുദ്ധം എന്ന കർമ്മം ആരംഭിക്കണം, അത് ചെയ്യണം. അത് ചെയ്താൽ അതിന്റെ ഫലം എന്താകും എന്നിപ്പോ ചിന്തിക്കണ്ട.
കർമ്മത്തിന്റെ ഫലം, യുദ്ധത്തിന്റെ ഫലം ജയിക്കുമോ തോക്കുമോ വിചാരിക്കണ്ട. ഒന്നും ജയിക്കും അല്ലെങ്കിൽ തോക്കും, അതിന്റെ ഫലമാണ്. അതിനെക്കുറിച്ച് വിചാരിക്കാതെ, അതാണ് ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ ആകാംക്ഷയില്ലാതെ എന്ത് ചെയ്യണം? കർമ്മം ചെയ്യണം. അപ്പൊ കർമ്മയോഗമാകും. അങ്ങനെ ഈ കർമ്മയോഗത്തെ അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് അർജുനോട് പ്രസംഗിക്കുകയാണ്. ഈ 2-ാം അധ്യായത്തിന്റെ ഇടയ്ക്കാണിത്. 2-ാം അധ്യായത്തിൽ 2 വിഷയമാണ്, 3 വിഷയമേ മൊത്തമുള്ളൂ. ഒന്ന് ജ്ഞാനയോഗം, പിന്നൊന്ന് കർമ്മയോഗം, പിന്നൊന്ന് മൂന്നാമതായിട്ട് സ്ഥിതപ്രജ്ഞ ലക്ഷണം കൂടി പറഞ്ഞത് പൂർത്തിയായി. 3 വിഷയങ്ങളാണ്. ആദ്യത്തെ ജ്ഞാനയോഗം ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും പറയാൻ പോകുന്ന കർമ്മയോഗത്തെ. എന്തിന് കർമ്മയോഗം എന്നുള്ള ചോദ്യത്തിന് മറുപടി കൂടിയാണ്. ജ്ഞാനയോഗം തന്നെ ജീവിക്കാൻ പറ്റില്ല. മനുഷ്യനായി ഇവിടെ ജന്മമെടുത്തെങ്കിൽ കർമ്മം ചെയ്തേ പറ്റൂ. എന്നാൽ ജാതു തിഷ്ഠതി അകർമ്മകൃത്ത് എന്ന ഗീത പറയും. അകർമ്മകത്തിന് ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ല. കർമ്മം കൊണ്ടാണ് ഇവിടെ ജീവിക്കുന്നത്. എല്ലാവരും കർമ്മനിരതരാണ്. കർമ്മം ചെയ്യാത്തവരാരുമില്ല. അവരവർ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അവരവർ തന്നെ അനുഭവിക്കുകയും വേണം. അത് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം എനിക്കല്ല കിട്ടണേ, വേറൊരാൾക്കാണോ? അല്ലല്ലോ. അതുകൊണ്ട് ഈ കർമ്മം എന്ന ആ അവസ്ഥയെ യോഗമാക്കി മാറ്റി അനുഷ്ഠിക്കണം. അപ്പൊ വേദം പറഞ്ഞിട്ടുള്ള കുറെ കർമ്മങ്ങൾ, അഗ്നിസ്തോമം ചെയ്യണം, വാജപേയം ചെയ്യണം എന്നിങ്ങനെ എത്ര യജ്ഞവിധാന കർമ്മങ്ങളെ കുറിച്ച് അത് പറയുന്നു. അതൊക്കെ തെറ്റാന്ന് പറയേണ്ടി വരുമോ? യാമിമാം പുഷ്പിതാം വാചം പ്രവദന്തി അവിപശ്ചിത വേദവാദരതാഹ പാർത്ഥ നാന്യതസ്തീതിവാദിന കാമാത്മാന സ്വർഗഫല ജന്മകർമ്മ ഫലപ്രദാം ക്രിയാവിശേഷ ബഹുളാം ഭോഗൈശ്വര്യഗതിം പ്രതി ഭോഗ ഐശ്വര്യപ്രസക്താനാം തയാ അപഹൃതചേതസ വ്യവസായാത്മിക ബുദ്ധി സമാധോ ന വിധീയതേ. വേദവാക്കുകൾ പുഷ്പിതങ്ങളാണ്, പൂത്തു നിൽക്കുന്ന ഒരു മരം പോലെയാണ്. നമ്മളെ അങ്ങോട്ട് ആകർഷിപ്പിക്കലാണ് വേദവാക്യം. ആകർഷിപ്പിച്ച് പൂവിന്റെ ഗന്ധം കൊണ്ട് മണം കൊണ്ട് അടുക്ക ചെന്ന് ആ പൂവിനെ കണ്ടറിഞ്ഞാൽ അതിന്റെ ഫലത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് അത് അറിഞ്ഞ് ഉപേക്ഷിക്കാം. അപ്പം മനുഷ്യ ജീവിതത്തിൽ അനേക തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യേണ്ടി വരും. പക്ഷെ ആ കർമ്മത്തിനോട് ആസക്തി ഇല്ലാതെ, കർമ്മത്തിന്റെ ഫലത്തിനോട് ആസക്തി ഇല്ലാതെ എന്താ കർമ്മം ചെയ്തുകൊണ്ടിരിക്കണം. ആർക്കും കർമ്മം ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ല. പക്ഷെ കർമ്മം മാത്രമാണ് ലക്ഷ്യം എന്ന് വിചാരിക്കില്ല. ഈ കർമ്മം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്നും വിചാരിക്കുന്നത്. അതുകൊണ്ട് പുഷ്പിതമായ വാക്കുകൾ വേദം പറയും. വേദവാദരഥന്മാരെ അന്യത് അസ്ഥീതിവാദിന, ഇനിയും വേറൊന്നുമില്ല, ഇത് മാത്രമേ ആകാവൂ എന്ന് പറയുന്നുണ്ടാവും. അവരെ കാമാത്മാക്കൾ, സ്വർഗമെന്ന ഫലത്തോടുകൂടിയവർ, ഭോഗ ഐശ്വര്യം തോറും അങ്ങനെ സഞ്ചരിച്ചു പോകുന്ന ആൾക്കാർ. അവരെ ഈ കർമ്മയോഗത്തെ അനുഷ്ഠിച്ചിട്ട് മനസ്സ് ശുദ്ധമാക്കി ആത്മജ്ഞാനത്തിലേക്ക് എത്തിച്ചേരണം എന്ന് പറയാൻ വേണ്ടി അടുത്ത കർമ്മയോഗത്തിന്റെ പ്രധാനപ്പെട്ട ശ്ലോകം കർമ്മണ്യേവാധികാരസ്തി മാ ഫലേഷു കദാചന മാ കർമ്മഫലഹേതുർഭൂർമാ തേ സന്തോസ്ത്വ കർമ്മണി എന്നാരംഭിക്കുന്ന ശ്ലോകമാണ്. ആ ശ്ലോകത്തിന് ആശയം ഒത്തിരി വിവാദമുള്ളതായതുകൊണ്ട് ഒന്ന് വിസ്തരിച്ച് പറഞ്ഞ് മനസ്സിലാക്കണം. വാക്കുകളുടെ അർത്ഥം ശരിക്കും മനസ്സിലാക്കിയേ പറ്റുള്ളൂ. സമയം ഏതാണ്ടായിരിക്കാണ് അത് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റിവെക്കാം. അടുത്തൊരു ക്ലാസ് കൊണ്ട് നമുക്ക് സാമൂഹികം തീർക്കാം എന്നാണ് വിചാരിക്കുന്നത്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ചോദിക്കാം. അതിനുള്ളൊരു അവസരമാണ്. ഇടയ്ക്ക് ഇവിടെ നിന്ന് കറണ്ട് പോയി, അതാണ് ഞാൻ കറണ്ട് പോയി റെക്കോർഡ് ചെയ്തോണ്ടിരിക്കാൻ ഇടയ്ക്ക് ഒരു ഡൗട്ട് ഉണ്ട് കേട്ടോ. അതെ, ഒരാളുടെ ധർമ്മം, സ്വധർമ്മം എങ്ങനെയാണ് അറിയുക? ഏത് എന്റെ ധർമ്മം എന്താണെന്ന് ഞാൻ എങ്ങനെ അറിയാം? അതെ, ഞാൻ ഒരു വിദ്യാർത്ഥിയായിട്ടാണല്ലോ എന്റെ ജീവിതകാലം ആരംഭിക്കുന്നത്, അല്ലേ? അതെ.
അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ എങ്ങനെ അറിയും? മറ്റൊരാൾ പറഞ്ഞു തരും. അത് കേൾക്കണം. ആ അപ്പോഴാണ് അത് അറിയാൻ പറ്റും. പക്ഷെ അത് ശരിയല്ലെങ്കിലോ, ആ പറയുന്ന ജ്ഞാനം ശരിയല്ലെങ്കിലോ? അത് ഗുരുക്കന്മാരാണല്ലോ പറയുന്നത്. നമ്മൾ പഠിക്കാൻ പറയുന്നത് ശരിയല്ലെന്ന് വരുമോ? അത് നമ്മളുടെ ധർമ്മമായിട്ട് യോജിക്കും അല്ലേ? അതെ, പഠിക്കേണ്ട കാലത്ത് ഗുരുക്കന്മാർ ഇപ്പോൾ പഠിക്കൂ, ആണ് നിന്റെ ധർമ്മം ജോലി എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ല എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല പറയാൻ ഇല്ല. പറ്റില്ല. എത്ര വളർന്നു വലുതായാലും പറയാൻ പറ്റില്ല. ആ അങ്ങനെയാണല്ലോ അച്ഛനും അമ്മയും ഗുരുക്കന്മാരും പറയുന്ന കേട്ടാണല്ലോ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നേ. ആ അതെ, ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? അവരുടെ സ്വധർമ്മങ്ങൾ ഒന്നുകിൽ പറഞ്ഞു തരും, അല്ലെങ്കിൽ കുറച്ച് വലുതാകുമ്പോൾ തന്നെ ബോധ്യമാകും. അപ്പൊ അങ്ങനെയാണ് സ്വധർമ്മം. അങ്ങനെ കടന്നു വരുമ്പോ നമ്മുടെ സ്വധർമ്മം എന്താണെന്ന് നമ്മൾ അറിയുന്നു അല്ലേ? കറക്റ്റ്. ഓക്കെ ഓക്കെ, ശരി. ശരി, നമസ്കാരം. ആ, ചോദിച്ചോളൂ. അങ്ങനെ നമ്മൾ പ്രായമാകുമ്പോൾ നമ്മൾ അറിഞ്ഞറിഞ്ഞ് വരുവാണോ? ഫൗണ്ട് വരുന്നില്ല. ഞാൻ ഒരു യാത്രയിലാണ്. ആ ഫൗണ്ട് ഒന്ന് കൂട്ടി പറയാം. ഇപ്പം ചെറിയ കുട്ടി ഇരിക്കുമ്പോൾ ഗുരുക്കന്മാർ പറഞ്ഞു തരുന്ന സമയം നമുക്ക് മനസ്സിലാവും. ശരിക്ക് കേൾക്കുന്നില്ല പക്ഷെ അപ്പോൾ ശബ്ദം മാത്രം കേൾക്കാം, ഒന്നും ചെയ്യുന്നില്ല. ധർമ്മം വളർന്നു വരുമ്പോ തനിയെ അറിഞ്ഞറിഞ്ഞു വരുവാണെന്നാ ഉഷ ചോദിച്ചത്. ഏതാ ചോദിച്ചേ? സ്വധർമ്മം തനിയെ നമ്മൾ വളർന്നു വരുംതോറും അറിഞ്ഞറിഞ്ഞു വരുവാണോന്ന് അങ്ങനെ അതെ ചോദിച്ചത്. അതെ 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 അതെ. ഗുരുക്കന്മാരുടെ മാതാപിതാക്കളുടെ ഉപദേശം കേട്ടാണല്ലോ നമ്മൾ വളർന്നു വരിക. അപ്പൊ നമ്മൾ തന്നെ തിരിച്ചറിയും. അതുകൊണ്ടാണ് ഈ കുട്ടി അല്ല, ഓരോ സമൂഹത്തിന് ഓരോ ധർമ്മം ഉണ്ടല്ലോ അല്ലേ? അതെ, വ്യക്തികളുടെ ധർമ്മമാണല്ലോ സമൂഹത്തിന് ധർമ്മമായിട്ട് മാറാൻ പോകുന്നത്. അടുത്ത വിഷയത്തോട് ഞാൻ വരുന്നേ ഉള്ളൂ. കർമ്മണ്യവാധികാരത്തിന്റെ ശ്ലോകം വ്യാഖ്യാനിക്കുമ്പോൾ ഇത് പറയും, വിസ്തരിച്ച് പറയും. ചേച്ചി, ഈ ആ ശ്ലോകത്തിന്റെ അർത്ഥം ഒന്ന് ക്ലിയർ ആക്കാമോ? 31 സ്വധർമ്മമഭിചാവേക്ഷേ ന വികമ്പിതു അർഹസി ധർമാത്യുക്ത ശ്രേയോന്നസ് ക്ഷത്രിയസ്യന വിദ്യതേ. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. അത് ഞാൻ അതിനൊരു ആമുഖം പറഞ്ഞു വെച്ചതേ ഉള്ളൂ. ഈ കർമ്മയോഗത്തെ കുറിച്ച് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഉപന്യസിക്കുന്നുള്ളൂ. ഒരു വാക്കിൽ പറയാൻ പറ്റുന്നതല്ല, വിസ്തരിച്ച് പറയണം. അതുകൊണ്ട് ഞാൻ അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റി വെച്ചതാണ്. അത് പറയാം, അന്ന് പറയാം, അടുത്ത ക്ലാസ്സിൽ പറയാം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ആവാം. സംഹരിക്കാം. ഓക്കെ. പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. വളരെ സന്തോഷം വിശ്വാസ. ഇന്ന് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായി ഒരു അറിയിപ്പ് ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. ഇന്ന് വൈകുന്നേരം 8 മണിക്ക് ദിഗ്വിജയം എന്നുള്ള ഒരു ക്ലാസ് ഉണ്ടായിരുന്നതാണ്. പക്ഷേ മാതാജിയുടെ അസൗകര്യം കാരണം അത് അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. അതെല്ലാവരുടെ അറിവിലേക്കായി പറയുകയാണ്. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ, എല്ലാവർക്കും ജഗദീശന്റെ കാരുണ്യ കടാക്ഷം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തേക്ക് ഇവിടെ വാങ്ങാം. ലോകാസമസ്ത സുഖനോ ഭവന്തു. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. ജയശങ്കര 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 ജയശങ്കര.